അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ പത്തിരിയും ഗാർലിക് ചിക്കനുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ബട്ടർ പത്തിരിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിതൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സെയിം അളവിൽ തന്നെ 1.5 കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന പത്തിരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള പാലാണ് ഒഴിക്കുന്നത്. ഈ പാൽ ഒഴിച്ചിട്ടാണ് ഇത് നമ്മളൊരു ഡോ പോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ, അതേപോലെ കുഴച്ചെടുക്കാം. ഈ ഡോ ഞാനിത് ഈക്വൽ പാർട്സായി കട്ട് ചെയ്തിന് എന്നിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്താൻ. എന്നിട്ടൊരു പാനിലിട്ട് ചുട്ടെടുക്കാം. ഇതിങ്ങനെ 2 സൈഡ് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റായ ബട്ടർ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിതാ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇത്രയും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് മിക്സ് ആക്കി വെക്കാം. ഇനി ഇതുപോലൊരു സോസ് പാൻ വെച്ച് അത് ചൂടായാൽ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്ര സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ആ സെയിം ഓയിലിൽ തന്നെ ഇതൊരു ഫുൾ ഗാർലിക് ചോപ്പ് ചെയ്തതാണ്, അതിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാനേ പാടുള്ളൂ. കുറേ നേരം ഇട്ട് വേവിക്കണ്ട. ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒരു വലിയ ഉള്ളി ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ് സോസ് ഒഴിക്കാം. അതൊന്ന് മിക്സ് ആക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി അതിലേക്ക് ഇടാം. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. ഇത് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ഒഴിക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്കൊരു ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം.
പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡിയായി. നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയി വാങ്ങുന്ന ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന ഈ 2 റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. ബൈ.